അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന ഈ ദിവസത്തെ വലിയ വാർത്ത, കഴിഞ്ഞ മണ്ഡലകാല സമയത്ത് ശബരിമലയിൽ ഡ്യൂട്ടി ചെയ്ത പാരാമെഡിക്കൽ ജീവനക്കാർക്ക് 1 വർഷമായിട്ടും അലവൻസ് നൽകിയില്ല. ഡിസംബർ 2ാം വാരം മുതൽ ജോലി ചെയ്ത പാരാമെഡിക്കൽ ജീവനക്കാർക്കാണ് ഇതുവരെയും ജോലിയെടുത്ത തുക കിട്ടാത്തത്. ട്രഷറിയിലെ കാലതാമസമാണെന്നാണ് വിശദീകരണം. അതിനിടെ ഡോക്ടർമാർക്ക് 7 ദിവസം ശബരിമല ഡ്യൂട്ടി എന്നത് 10 ദിവസമാക്കിയതിനെതിരെയും പ്രതിഷേധം ശക്തമാണ്. ശബരിമല മണ്ഡലകാല ഡ്യൂട്ടി കഴിയുമ്പോൾ നേരിട്ട് തന്നെ നൽകിയിരുന്ന തുക ദേവസ്വം ബോർഡ് പിന്നീട് ബാങ്ക് അക്കൗണ്ട് വഴിയാക്കി. പക്ഷേ കഴിഞ്ഞ വർഷം ഈ പതിവെല്ലാം തെറ്റിച്ചു. അടുത്ത മണ്ഡലകാലം തുടങ്ങാറായിട്ടും കഴിഞ്ഞ വർഷത്തെ തുക ഇതുവരെ നൽകിയിട്ടില്ല. പത്തനംതിട്ട ജില്ലാ മെഡിക്കൽ ഓഫീസ് വഴിയാണ് തുക അനുവദിച്ചു കിട്ടേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് പലതവണ അധികൃതരെ വിളിച്ചെങ്കിലും തുക മാത്രം ലഭിച്ചില്ല. ഇതിനിടെ ഈ മണ്ഡലകാല സീസണിലേക്കുള്ള ഡ്യൂട്ടിയുടെ പട്ടിക പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ജീവനക്കാർ വളരെ ആശയക്കുഴപ്പത്തിലാണ്. കാരണം അവരിപ്പോ അടുത്ത മണ്ഡലകാലത്തിന്റെ ഡ്യൂട്ടി ഇപ്പോൾ ഓൾറെഡി വന്നിട്ടുണ്ട്. ആ ഡ്യൂട്ടിക്ക് പോകുന്ന സമയമാകുമ്പോഴും പഴയ ഡ്യൂട്ടിയുടെ പൈസ വരാതിരിക്കുന്ന അവസ്ഥ. അപ്പോൾ അത് വളരെയധികം വിഷമമുണ്ടാക്കും. ട്രഷറിയിൽ എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത് നോക്കി അത് പരിഹരിച്ച് പെട്ടെന്ന് തന്നെ ജീവനക്കാർക്ക് ഈ റിമ്യൂണറേഷൻ കിട്ടാൻ വേണ്ട ഒരു കാര്യം ഇടപെടൽ ഉണ്ടാവാൻ സാധിച്ചാൽ ജീവനക്കാരുടെ ഭാഗത്ത് വളരെ സന്തോഷമായിരിക്കും. കാരണം ഇത്രയും ബുദ്ധിമുട്ടേറിയ ഡ്യൂട്ടി ചെയ്യുന്ന വ്യക്തികളാണെന്നുള്ളത് കൊണ്ട് തന്നെ അവർ പരിഗണന ജീവനക്കാർ അർഹിക്കുന്നുണ്ട്. ശബരിമല ഡ്യൂട്ടിയിൽ പാരാമെഡിക്കൽ ജീവനക്കാരുടെ എണ്ണം കുറവായിരിക്കും. പലരും 24 മണിക്കൂർ വരെ 10 മുതൽ 14 ദിവസം ജോലിയെടുക്കേണ്ട അവസ്ഥയുമുണ്ട്. ആഹാരത്തിന്റെ കാര്യത്തിൽ പോലും വേർതിരിവുണ്ടെന്ന് ജീവനക്കാർ പറയുന്നു. ഇതിനിടെ ശബരിമല ഡ്യൂട്ടി ദിനങ്ങളുടെ എണ്ണം കൂട്ടിയതിനെതിരെ ഡോക്ടർമാരും രംഗത്തെത്തി. കഴിഞ്ഞ വർഷം വരെ 7 ദിവസമായിരുന്നു ഒരാൾ ഡ്യൂട്ടി എടുക്കേണ്ടിയിരുന്നത്. എന്നാൽ ഇത്തവണ അത് 10 ആക്കിയാണ് ഉത്തരവിറങ്ങിയത്. ഇതിനെതിരെ പ്രതിഷേധം അറിയിച്ചതിനെ തുടർന്ന് പട്ടിക ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുകയാണ്. പണമില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ മനസ്ഥിതിയാണ് പ്രശ്നം. ഒരു മണ്ഡലകാലം കഴിയുന്നു, എന്നിട്ടും പാവപ്പെട്ട പാരാമെഡിക്കൽ ജീവനക്കാർക്ക് നൽകാനുള്ള പണം മാത്രം നൽകാൻ കാശില്ലത്രേ. PR പ്രവീണ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.